എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സാധാരണ പപ്പ റൂബിനെ എടുത്തുകൊണ്ട് പോയിട്ടൊക്കെയാണ് ഗേറ്റ് തുറക്കണേണ്ട. ഇപ്പോൾ ഇത് റൂബിനെ എടുത്തുകൊണ്ട് പോയിട്ട് തന്നെയാണ് ഗേറ്റ് തുറക്കണം. കുറച്ചധികം ദിവസമായിട്ട് റൂബി അങ്ങനെയൊന്നും പോകില്ലായിരുന്നു. കാരണം റൂബിക്ക് ശ്വാസതടസ്സം ഉള്ളതുകൊണ്ട് തന്നെ റൂബിക്ക് അങ്ങനെയൊന്നും പോകാൻ പപ്പ മുകളിലേക്ക് വിളിക്കുമ്പോൾ കൂടെ പോകാൻ, അല്ലെങ്കിൽ വിളിക്കാതെ തന്നെ അവൾ കയറിപ്പോകും. പപ്പ പോകണ പുറകെ കയറി പകുതി വഴിക്ക് അവിടെ നിൽക്കുമ്പോൾ പപ്പ എടുത്ത് മുകളിൽ കൊണ്ടുപോകും. ഇപ്പം അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസും റൂബിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ആൾ പപ്പ വിളിക്കുമ്പോൾ മുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇതുപോലെ എടുത്തുകൊണ്ടൊക്കെ പോയാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ റൂബി കൊച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 90% അസുഖം മാറിയിട്ടുണ്ട്. മരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. മരുന്ന് ആൻറ്റിബയോട്ടിക് ഉണ്ട്, അത് കൊടുത്ത് തീർക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് പുട്ടും പഴവും ആയിരുന്നു, അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ബാക്കി വന്ന പുട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാനുള്ളതാണ് ഞാൻ എടുത്ത് വെക്കണത് കേട്ടോ. ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ റയന് ഒട്ടും തന്നെ പുട്ടൊന്നും കഴിക്കാൻ താല്പര്യമില്ല. ബ്രേക്ക്ഫാസ്റ്റേ വേണ്ടെന്ന് പറഞ്ഞിരുന്നൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കുക്കുംബർ കൂടി 2 കുക്കുംബർ ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവന് ഇഷ്ടമാണ്, അത് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ഇന്നലെയും റയൻ 2 ദിവസമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്ന് എനിക്ക് തോന്നണം. എന്തോ അവന് കഴിക്കാൻ തോന്നണില്ല, പറ്റണില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് വേണ്ട. എന്നാൽ ഉച്ചക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഈ രാവിലെ കഴിക്കാനാണ് ഭയങ്കര മടിയാണ് രാവിലെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി. നമ്മൾ വയറ്റിൽ എന്തെങ്കിലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പലഹാരങ്ങൾ തന്നെ കഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഫ്രൂട്ട്സാ എന്തെങ്കിലും ഒരു സാധനം വയറ്റിൽ ഉണ്ടായാൽ മതി എന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ റോജർ ഇത്തവണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റോജറും കുറേ ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ ദഹനരസങ്ങളെല്ലാം ഫുഡിനെ തേടി നടക്കുമ്പോൾ ഫുഡില്ലാതെ കുടലിലൊന്നും ഇല്ലാതെ അത് കാലിയായി കിടക്കുമ്പോൾ അത് കുടലിനെ തന്നെയല്ലേ ഡാമേജ് ആക്കുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അങ്ങനെ സംഭവിക്കില്ല. എങ്കിലും കണ്ടിന്യൂസ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ രോഗിയായി നടക്കേണ്ടി വരില്ലേ, ട്രീറ്റ്മെൻറ്റ് എടുത്ത് നടക്കേണ്ടി വരില്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ റോജർ ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ആൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ അവനും അറിയാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ എങ്കിലും കഴിക്കില്ല. ഇപ്പം വീണ്ടും ആളിപ്പോൾ 2 ദിവസമായിട്ട് കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് ഏതായാലും ഇഡലിക്ക് ബാറ്റർ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇഡലി ആണെന്നുണ്ടെങ്കിൽ ആൾ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതിരുന്നൊരു ദിവസം കേട്ടോ. കറി വെക്കാനായിട്ടേ ഉപ്പുമീൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഉപ്പുമീൻ ഉണ്ടാക്കാൻ ആ ഉപ്പുമീനെന്നത് എങ്ങനെ വിടിയിച്ചൊക്കെ അതിൻ്റെ പീസസ് എടുക്കും എന്നുള്ളത് ഒരു പിടുത്തമില്ല എനിക്ക്. കാരണം നല്ല രീതിയിൽ അത് ഉണങ്ങിയിരിക്കണേണ്. അപ്പോൾ അതൊരു മടി എൻ്റെ മനസ്സിലുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ, അന്നേ വറുത്ത് തിന്നണമെന്നുള്ളൊരാഗ്രഹവുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഗസ്റ്റ് വന്നതുകൊണ്ട് തന്നെയും നേരം കുറേ അങ്ങോട്ട് പോയി കിട്ടി. അപ്പോൾ പിന്നെ ഇനി ഉപ്പുമീനയിൽ തൂങ്ങാനായിട്ടുള്ള നേരമില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ നേരം ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിക്കഴിഞ്ഞ്. അപ്പോൾ ആ ഗസ്റ്റ് പോയതിന് ശേഷം പിന്നെയാണ് വന്നിട്ട് ഈ കിച്ചണിൽ നിന്നിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് എങ്ങനെ ഞാൻ ചെയ്ത് തീർക്കും. കാരണം കാലത്ത് തന്നെ എങ്ങനെയെങ്കിലും പണികൾ തീർത്ത് കിച്ചണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ചാടാനായിട്ടാണ് നോക്കണതല്ല. അപ്പോൾ ഇന്നിങ്ങനെ സമയം ഒത്തിരി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പുമീൻ്റെ വേണ്ട, പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ഒരുപാട് പണിയുണ്ട്, എനിക്ക് മടിയുള്ള പണിയാണ്. അപ്പോൾ വേഗം തന്നെ ഞാൻ റൂബിയുടെ ചിക്കൻ എടുത്ത് വേവിക്കാനായിട്ട് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ച് അതിനകത്തുനിന്ന് ബ്രസ്റ്റ് പീസ് 2-3 എണ്ണം ഉള്ളത് എടുത്തിട്ട് റയന് ഇത്തിരി മാരിനേറ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ചിക്കൻ തീർന്ന് ലാസ്റ്റാണത്. അപ്പോൾ അതാണ് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നേരം പോയതുകൊണ്ട് തന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാതെ പൊടികൾ മാത്രം കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് നല്ലതായിരുന്നു. പക്ഷേ ഇത് ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇത്രയും ഇട്ടിട്ടാണ് ആക്കിയത് കേട്ടോ. എന്നിട്ട് അതിനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേഗം തലേദിവസം സൺഡേ നമ്മൾ കുറച്ച് പച്ചക്കറി മേടിച്ച് വെച്ചതുകൊണ്ട് അതുണ്ടല്ലോ. അപ്പോൾ കൊത്തമര എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഈ തോരൻ വെക്കാനായിട്ട് വേറെ ഏത് രീതിയിൽ വെച്ച് കഴിഞ്ഞാലും എനിക്കത്ര ഇഷ്ടമാണ്. തോരൻ വെക്കാനായിട്ട് കൊത്തമര എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവിടെ കുട്ടികൾക്കൊന്നും അത്ര വലിയ താല്പര്യമില്ല, എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ വേഗം കൊത്തമര എടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, പിന്നെ കുമ്പളങ്ങ ചാറ് വെക്കണം. അപ്പോൾ അതിനുള്ള കുമ്പളങ്ങയൊക്കെ ക്ലീൻ ചെയ്യാനെടുത്ത് അപ്പോഴേക്കും പപ്പക്ക് ഇത്തിരി നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ട് ഞാൻ എടുത്ത് കൊടുത്തത് എനിക്കും പപ്പക്കും. കാരണം പപ്പ അത് കഴിഞ്ഞിട്ട് പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിലത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
ഒരുപാട് ക്ഷീണം. അപ്പോൾ ഉപ്പിട്ട് നാരങ്ങ വെള്ളമുള്ള നല്ലത്. അപ്പോൾ വേഗം നാരങ്ങ മേടിപ്പിച്ച് വെച്ചതുകൊണ്ട് വേഗം അത് പിഴിഞ്ഞിട്ട് ഞാനും പപ്പയും അവിടെ ഇരുന്നിട്ട് കുടിച്ച് പോയ സ്ഥലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് റിച്ചാൻ്റെ കല്യാണത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കാണ് കേട്ടോ ഈ നടക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് ഉള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് അതൊക്കെ കേട്ടിരുന്ന് പിന്നെയും നേരം പോയി. പിന്നെ വന്നിട്ടാണ് ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞത്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ വെള്ളത്തിലോട്ടാണ് ഈ പച്ചക്കറികൾ എടുത്തിട്ടത്. ബേക്കിംഗ് സോഡ വെള്ളത്തിലിടുമ്പോഴത്തേക്കും അണുക്കളുണ്ടെങ്കിലും മറ്റേ എന്താ പെസ്റ്റിസൈഡ് അടിച്ചിട്ടുള്ള ഇതാണെങ്കിലും ഒക്കെ പുഴുക്കള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അത് പോകാനും, അതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ പച്ചക്കറിയൊക്കെ എവിടെയൊക്കെ ഇട്ട് വലിച്ച് വാരിയൊക്കെ ആയിരിക്കുള്ളൂ കൊണ്ടുവരുന്നത്. ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ തൊണ്ട് ചെത്തിക്കളയുന്ന സാധനങ്ങൾ കുഴപ്പമില്ല, തൊണ്ട് പോയാൽ അഴുക്ക് പോയി. പക്ഷേ മറ്റുള്ളതൊക്കെ അഴുക്കുണ്ടാവുമല്ലോ എന്തായാലും, അതിൻ്റെ തൊണ്ടൊന്നും കളയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ബേക്കിംഗ് സോഡയിലിട്ട് കഴുകുമ്പോൾ പെട്ടെന്ന് അഴുക്കും കൂടി ഇളകിപ്പോവും. സാധാരണ വെറുതെ വെള്ളത്തിലിട്ട് കഴുകുന്ന പോലെയല്ല, ബേക്കിംഗ് സോഡയിൽ ഇടുമ്പോൾ തന്നെ അഴുക്ക് ഇളകും ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഇളകി വെള്ളത്തിലെ കളർ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിനാണ് നമ്മൾ ബേക്കിംഗ് സോഡയിലിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നല്ല ക്ലീനായി കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പെസ്റ്റിസൈഡിൻ്റെയൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് കഴുകി ആദ്യം കഴുകിയെടുത്തിട്ടാണ് അരിഞ്ഞെടുത്തത്. പിന്നെ ഇനി നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചതൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് എടുക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചി ഉണ്ട് കേട്ടോ, അത് കുറച്ചധികം തന്നെ ഉണ്ട്. സവാളയും ചെറിയ ഉള്ളിയൊക്കെ ഇനി പൊളിച്ച് വെക്കണം, നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ തീർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ അതിനകത്തുള്ളൂ, വേപ്പിലേക്ക്. പിന്നെ പച്ചമുളക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്, പുതിയത് മേടിച്ചത് പാക്കറ്റ് പൊട്ടിക്കാതെ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട് പച്ചമുളക് ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞ ദിവസം ദക്ഷിണ എന്ന് പറഞ്ഞ ആ ചാനലിൽ ആ മുത്തശ്ശനും കൂടി Q&A ഇത് പറഞ്ഞ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, Q&A വീഡിയോ. അപ്പോൾ അതിനകത്ത് അവർ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുമെന്നൊക്കെ ചോദിക്കണമായിട്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരുപാട് വഴക്കുകൾ കൂടാറുണ്ട്, മിണ്ടാതിരിക്കാറുണ്ട്. ആ ഒരു തീരുമാനം രണ്ടുപേരുടെയും രണ്ട് രീതിയിലാകുമ്പോൾ അത് ചേർച്ചയില്ലാതെ മിണ്ടാതെ ഇരുന്ന് പിന്നീട് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി അത് കാര്യങ്ങൾ ശരിയാക്കി എടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ച് അവരിത്രയും ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കുന്ന ഭാര്യയും ഭർത്താവുമായിട്ട് പോലും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ മിണ്ടാതിരിക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി. കാരണം നമ്മൾക്ക് പരിചയമുള്ള സാധാരണ നമ്മളുടെ കുടുംബങ്ങളിലും എല്ലായിടത്തും കാണുന്നൊരു പ്രതിഭാസം തന്നെയാണല്ലോ ഇത്. അപ്പോൾ നമ്മൾക്ക് മാത്രമല്ല അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടല്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചേട്ടാ. ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴില്ലേ, ആ തെറ്റ് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ, അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊന്ന്. തെറ്റാണെന്ന് ഓക്കെ തെറ്റ് പറ്റിപ്പോയി സോറി ഒരു വാക്കങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്ന പ്രശ്നം. പിന്നെ നമുക്ക് സംസാരത്തിന് അവിടെ സാഹചര്യങ്ങളില്ല. പക്ഷേ തെറ്റ് ചെയ്തിട്ട് വീണ്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് ശരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ വരുന്നത്. അങ്ങനെയാണ് കൂടുതൽ കുടുംബങ്ങളിൽ ഒച്ചപ്പാടും ബഹളവും ഉന്തും തള്ളും കത്തിക്കുത്തും ബഹളവും ഒക്കെ ഉണ്ടാകുന്നത് ഈ ചെറിയ പ്രശ്നത്തിൽ നിന്നാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരൊറ്റ സോറി എന്നുള്ള വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നമാണ് കത്തിക്കുത്തും കൊലപാതകവും വരെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, കുഞ്ഞൊരു പ്രശ്നത്തിൽ നിന്നാണ് വലിയ പ്രശ്നങ്ങളായി അത് മാറുന്നത്. ഇനി മറ്റൊരു കാറ്റഗറി ആളുകളുണ്ട്, എന്തെങ്കിലും തെറ്റുകൾ അവരുടെ ഭാഗത്തുണ്ടെന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ച് പോയാൽ അവർ മാക്സിമം അതിനെ ന്യായീകരിച്ചതിനെ ശരിയാണെന്ന് വരുത്തിയെടുക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു പണിയാണ് നിരാഹാര സമരം. സാധാരണ നിരാഹാര പന്തൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില റോഡുകളിൽ കൂടിയൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. അവർക്ക് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ ഒരു ഗ്രൂപ്പ് ആളുകൾ ഒന്നിച്ച് ചേർന്നിട്ടുള്ള നിരാഹാര സമരമൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഇതങ്ങനെയല്ല, നമ്മളുടെ സ്വന്തം വീട്ടിൽ നിരാഹാരം എടുക്കുന്ന ആളുകൾ ആ വിഡ്ഢികളെന്നല്ലേ പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളെയും നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ ഈ സ്വന്തം ശരീരത്തിനെ ദ്രോഹിച്ചുകൊണ്ട് സമരമുറ, അതും തെറ്റായ കാര്യം ന്യായീകരിച്ചുകൊണ്ടുള്ള സമരമുറ, അത് എന്ത് വിഡ്ഢിത്തരമാണല്ലേ. എത്ര നേരം നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റും? ഓട്ടോമാറ്റിക്കായിട്ട് ആരും വിളിക്കാതെ തന്നെ വന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ, ഒരു നാണക്കേട് വരില്ലേ? അതൊന്ന് ചിന്തിച്ചാൽ ഭക്ഷണം മുടക്കുക. അങ്ങനെയുള്ള കുറേ സമരമുറകൾ നമ്മുടെ വീടുകളിലും അരങ്ങേറാറുണ്ട്.
തെറ്റ് ചെയ്തു പോകുന്നത് മനുഷ്യ സഹജമാണ്. ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റിനെ തിരുത്താൻ ശ്രമിക്കാതെ അതിനെ ന്യായീകരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഈ സോറി എന്ന് പറയാനായിട്ട് ചെറുപ്പം മുതലേ കുട്ടികളൊന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെയും കുറേ അധികം കത്തിക്കുത്തുകളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഭാവിയിൽ സാധിക്കുമെന്നുള്ളതും എപ്പോഴും ചിന്തിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കറികളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ഒന്ന് അരച്ച് നമ്മുടെ കുമ്പളങ്ങയുടെ അകത്തേക്ക് ഇടണം. തേങ്ങയുടെ അകത്തേക്ക് ഇത്തിരി ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരച്ചിട്ട് അതൊന്ന്, പച്ചമുളക് ഇട്ടാണ് കുമ്പളങ്ങ വേവിച്ചേക്കണം. അതുകൊണ്ട് കുമ്പളങ്ങയുടെ അതിന് പച്ചമുളക് അരക്കണ്ട. ഇപ്പം ഞാൻ ആദ്യം പച്ചമുളകും ഇത്തിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും തേങ്ങയും വെളുത്തുള്ളിയും കൂടി അരച്ച് ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മുടെ കൊത്തമരക്ക് അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൊത്തമര വേവിക്കുമ്പോൾ കുറച്ച് സവാളയും കൂടി ചേർത്താണ് വേവിക്കണത്. കൊത്തമരക്ക് കുറച്ച് കയ്പുള്ളതുകൊണ്ട് അതും കൂടി ചേർത്തിട്ടാണ് വേവിക്കണത്. എന്നിട്ട് പിന്നെ ഈ തേങ്ങാക്കൂട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി അതൊന്ന് വറുത്തിട്ടാൽ മാത്രം മതി. പിന്നെ ഇത്തിരി ചാള ഇരിക്കുന്നുണ്ടായിരുന്നു, അത് കൂടിയിട്ടൊന്ന് ഞാനിവിടെ മസാല പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയനെ ഉദ്ദേശിച്ച് ഒരു ഇത്തിരി എടുത്ത് വെച്ചതാണ് ഞാൻ. അവന് ചാള വറുത്തതൊന്നും അത്ര വലിയ താല്പര്യമില്ല. മീൻകറി ഇഷ്ടം. ഇവിടെ മീൻകറി ഉണ്ട് കേട്ടോ, ഒരു നേരത്തേക്കുള്ള ഒരു മീൻകറിയൊക്കെ ഉണ്ട്, തലേദിവസത്തെ മീൻകറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബർണറിൽ തന്നെ എനിക്ക് ഇത് കടുക് പൊട്ടിച്ച് 2 കൂട്ടത്തിന് കടുക് പൊട്ടിക്കണം. അതായത് ചാറിനും കടുക് പൊട്ടിക്കണം, തോരനും കടുക് പൊട്ടിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഇതിനകത്തേക്ക് ചെയ്തിട്ട് ഇതിൽ തന്നെ ആ ചിക്കനും കൂടി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നമ്മുടെ കാസ്റ്റ് അയൺ, കട്ടിയുള്ള കാസ്റ്റ് അയണിൽ നമ്മൾ വറുക്കാൻ ഇതുപോലെ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളി വറുക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാകും കേട്ടോ. നല്ല രസമാണത്, പെട്ടെന്ന് ഇങ്ങോട്ട് ആയി വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇതിൽ തന്നെ ഞാൻ ചെയ്തത്. അപ്പോൾ അതിന് രണ്ടിനും കൂടി ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, വറ്റൽമുളകും വേപ്പിലയും. പിന്നെ നമ്മുടെ ചാറിൻ്റെ അകത്തേക്ക് ഒരു ഇത്തിരി ഉലുവ പൊട്ടിക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ ഉലുവയുടെ പൊടിയുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇതിനകത്ത് കടുക് മാത്രമേ പൊടിച്ചുള്ളൂ. കാരണം കടുകിൻ്റെ കൂടെ ഉലുവ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ തോരന് ചിലപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലാന്ന് വിചാരിച്ച്. എന്നെ സംബന്ധിച്ച് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലാന്ന് വിചാരിച്ച് ഞാൻ ഉലുവ ഇട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ കുറച്ചാദ്യം കോരി എടുത്തിട്ട് അതിനകത്തേക്ക് മാറ്റിയിട്ട് പിന്നെ ഇതിൽ നമ്മളിത്തിരി മുളക് പൊടിയൊക്കെ ഇടുമല്ല ചാറിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് ഉലുവയുടെ പൊടി ഇത്തിരി കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇനി അത് കുമ്പളങ്ങട അതിനകത്തേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഈ കുമ്പളങ്ങട കുക്കർ ഏകദേശം ആവിയൊക്കെ പോയിരിക്കുന്നുണ്ട്. ഇനി അത് ഈ ഒരു ബർണറിലേക്ക് വെച്ചിട്ട് തേങ്ങാക്കൂട്ടൊക്കെ ഇട്ടിട്ട് ആക്കാം. ആ നേരത്ത് നമ്മളുടെ ഈ പൊടികളൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ആ ചട്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളയപ്പത്തിൻ്റെ ചട്ടിയാണ്, പക്ഷേ നമുക്ക് മീൻ വറുക്കാനൊക്കെ നല്ലതാണ്. ഇത്തിരി കുഴിഞ്ഞ് കിടന്ന് എണ്ണ ഇങ്ങനെ നടുക്ക് കൂടി കിടന്നിട്ട് കട്ടിയുള്ള മീനുകളൊക്കെ ഇങ്ങനെ മുങ്ങിക്കിടന്ന് വറുക്കാനായിട്ട് ഈ ഒരു ചട്ടിയാണ് ഞാൻ എടുക്കുന്നത്. മറ്റുള്ള ചട്ടികൾ എടുക്കുമ്പോൾ പരന്ന് കിടക്കുമ്പോൾ അത് കട്ടിയുള്ള മീനുകൾക്ക് കുറേ എണ്ണ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ കുമ്പളങ്ങളുടെ അകത്ത് മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇത്തിരി ഉപ്പും കൂടി ചേർത്താണ് കുമ്പളങ്ങ വേവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് തേങ്ങാരപ്പിട്ടിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ പഴയ പരിപാടി തന്നെ ചെയ്ത് ഒരു പാക്കറ്റ് തൈര് എടുത്തിട്ട് അത് കുറച്ച് വലിയ വട്ടത്തിലിങ്ങനെ അതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് വിസ്ക് ഇട്ടിട്ട് അതിനകത്ത് തന്നെ പതിയെ ഒന്ന് വിസ്ക് വെച്ച് ഇങ്ങനെ അനക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കട്ടയും മാറിക്കിട്ടും കേട്ടോ. അല്ലാതെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വിസ്ക് വെച്ച് ഇളക്കണമെന്ന് ഒരു നിർബന്ധമില്ല. മടിയന്മാരുടെ പണികളൊക്കെ ഞാൻ പറഞ്ഞു തന്നെയാണ്. കാരണം എനിക്കൊരു പാത്രം കഴുകൽ കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണ വിദ്യയാണ് അതൊക്കെ. അത് നിങ്ങളെയും കൂടി പഠിപ്പിച്ച് തന്നെയാണ്. അപ്പോൾ അത് കൊള്ളാമെന്ന് നേരത്തെയും വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുമ്പളങ്ങ ചാറിൻ്റെ പണി കഴിഞ്ഞ് അതങ്ങോട്ട് മാറ്റി അതേ ചട്ടിയിലേക്ക് ഞാൻ ആ കുമ്പളങ്ങ ചാറിട്ട് അത് ഇങ്ങനെ കഴുകിയെടുത്തില്ല. കാരണം നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ വറുക്കാനുണ്ട്. അപ്പോൾ അത് കഴുകാതെ തന്നെ ഉപയോഗിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ റൈസ് ബ്രാൻ ഓയിലാണ് ഇട്ടേക്കണത്. ചിക്കൻ്റെ ഇതിനൊക്കെ റൈസ് ബ്രാൻ ഓയിൽ ഇടാറുള്ളൂ. നേരത്തെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടായിരുന്നു അത് കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മറ്റേ അടുപ്പിലേക്ക് നമുക്ക് മീൻ വറുക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം. തോരനും ഒക്കെ റെഡിയാക്കി അത് മാറ്റി. അപ്പോൾ ഇത് കുമ്പളങ്ങ ചാറും റെഡിയായി, തോരനും റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കഴിക്കാൻ. ശരിക്കും ഞാനിന്ന് ഉപ്പും മീൻ ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്. അതാണെങ്കിൽ ഇതിനേലും കൂടുതൽ ടേസ്റ്റ് ആയിരുന്നേനെ. എങ്കിലും ഞാൻ ഇന്ന് ചാറ് ബാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഉപ്പുമീൻ വറുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ തോരനും ബാക്കി വന്നിട്ടുണ്ട്. ആകെ 1/4 കിലോയാണ് കേട്ടോ മേടിക്കണത്. അതും ബാക്കി വരും നമുക്ക്. ഇപ്പോൾ ആരും തന്നെ ഇല്ലല്ലോ കഴിക്കാനായിട്ട്. അപ്പോൾ 1/4 കിലോയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒരുപാടായി പോകും. അപ്പോൾ ഏറ്റവും കുറച്ച് 1/4 കിലോയാണ് മേടിക്കണം. എന്നിട്ടും അത് ബാക്കി വരും. അപ്പോൾ അതേ ചിക്കനും വറുക്കാനിട്ടിട്ടുണ്ട്, മീൻ വറുക്കാനിട്ട്. മീനിനൊക്കെ ഞാൻ വെളിച്ചെണ്ണ മാത്രമേ എടുക്കുള്ളൂ. മീൻ ഐറ്റംസ് ഉണ്ടാക്കാൻ എപ്പോഴും വെളിച്ചെണ്ണ, അതുപോലെ തന്നെ മുട്ട വറുക്കാനായിട്ട്, ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ എടുക്കുള്ളൂ. മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് മറ്റേ നമ്മൾ ഉരുളക്കിഴങ്ങിട്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ എടുക്കും. പക്ഷേ നമ്മളുടെ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ബ്രാൻ ഓയിൽ എടുക്കണം. അപ്പോൾ എനിക്ക് ഓരോരോ സാധനങ്ങൾക്കും അങ്ങനെ ഞാൻ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഓയിൽ എടുക്കുന്നത്. ചിലവർ ഏത് കറികൾക്കും വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ. എൻ്റെ ചേച്ചിയുടെയൊക്കെ വീട്ടിൽ വെളിച്ചെണ്ണ മാത്രമേ അവർ മേടിക്കുകയുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പഴംപൊരി ഉണ്ടാക്കണമെങ്കിലും എല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യണം. എനിക്കാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടും പറ്റില്ല. വെളിച്ചെണ്ണയുടെയൊക്കെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കൂല ഇവിടെ ആരും. മണം കേൾക്കുന്നതും ഇഷ്ടമല്ല വെളിച്ചെണ്ണയുടെ. അതെന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല, അങ്ങനെ ശീലിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലേവർ ഇല്ലാത്ത ഇതുപോലെയുള്ള സൺഫ്ലവർ ഓയിൽ അതൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതൊന്ന് നോക്കിയാൽ നല്ലതാണ്. വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് പൈസയല്ലേ. അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വെളിച്ചെണ്ണ അധികം മേടിക്കണം. എനിക്ക് അധികം വെളിച്ചെണ്ണയുടെ ആവശ്യം വരാറില്ല. അപ്പോൾ അങ്ങനെ. പക്ഷേ മീൻ വറുക്കാനൊക്കെ മറ്റേ ഓയിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റില്ല, ഒട്ടും എനിക്കത് കഴിക്കാൻ പറ്റില്ല. എന്നാൽ ചിക്കൻ വറുക്കുമ്പോൾ വെളിച്ചെണ്ണ ഇട്ടാലും ഇവിടെ ആരും കഴിക്കൂല. അപ്പം അങ്ങനെ ഇതൊക്കെ വറുത്ത് ഇപ്പോൾ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് കേട്ടോ ഇതെല്ലാം. അതും എനിക്കറിയാം. എങ്കിലും നമ്മളുടെ കയ്യിലുള്ളത് വെച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റയന് പിന്നെ വേറെ കറികളൊന്നും വേണ്ട, അത് മാത്രം കൂട്ടിയിട്ട് കഴിക്കും. അത് ഇഷ്ടമാണ്. ഇപ്പോൾ ചിക്കനും ബീഫും ഒക്കെ ആണെങ്കിലാണ് റയന് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ആൾക്ക് അങ്ങനെ ഒരു കഴിക്കണം എന്നുള്ളൊരു തോന്നലൊന്നുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ല, ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കണമെന്നുള്ള തോന്നലൊന്നുമില്ല. എപ്പോഴും പുറത്ത് പോകാൻ മമ്മി, നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വരാമെന്നേ പറയുള്ളൂ. ഞാൻ പറയും ഈ ചൂടത്ത് എവിടെ പോകാനാണ്, അത് നമ്മളുടെ റൂബിയും വെറുതെ ഇരുന്ന് വിഷമിക്കും നമ്മൾ വെറുതെ ഇങ്ങനെ കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അങ്ങനെയും ഞാൻ പോകുന്നില്ല. ഇപ്പോൾ സിനിമക്കൊക്കെ പോകാനൊക്കെ അവൻ എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ അങ്ങോട്ട് തോന്നണില്ല പോകാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ രാവിലെ ഞാനിത് വോയിസ് ഓവർ കൊടുക്കണ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 7 മണി ഒരു 6:30 മണിക്ക് ഇരുന്നതാണ് ഞാൻ. അപ്പോൾ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇല്ലേ, ഈ ഒരു സമയത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയുടെ ശബ്ദം കൊണ്ട് ഞാൻ വോയിസ് ഓവർ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ, ഇന്നത്തെ ഒരു വെതർ കണ്ടീഷൻ നോക്കുമ്പോൾ ഒരു മഴക്കാലം തുടങ്ങിയ ഒരു രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ചൂടിത്തിരി കുറയും എന്ന് പ്രതീക്ഷിക്കുന്നു, പറയാൻ പറ്റില്ല. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഭയങ്കര വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ചൂടാകും. അപ്പോൾ ഇതിപ്പോൾ ഒരു മഴക്കാലം പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ തുണി മടക്കൽ കുറേ അധികം ഉള്ളതുകൊണ്ട് സാവധാനം ഞാൻ കുറച്ചേരം ഇരുന്ന് മടക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് സ്ലോ ആകണം. ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ പണി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ലോ ആകും. കാരണം നമ്മളുടെ സുഖമായിട്ടിരുന്നിട്ടുള്ള ജോലികൾ നമ്മൾ സാവധാനം ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ കാലൊക്കെ കഴക്കണം, എത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ടൊന്ന് ഇരിക്കാം എന്ന് വിചാരിച്ച് നിന്നിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി വേഗം തീരും. അതുകൊണ്ട് പിന്നെ ഞാൻ എഴുന്നേറ്റ് നിന്ന് തന്നെ മടക്കാൻ തുടങ്ങി. കാല് കഴിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത് കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ ചോറൊക്കെ ഉച്ചക്ക് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കറികളൊക്കെ പാത്രത്തിൽ നിന്ന് മാറ്റി പാത്രമൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് തുടക്കണം എനിക്ക് കാണുന്നത്. അപ്പം നമ്മുടെ കുമ്പളങ്ങ ചാറ് ഇപ്പോഴും മഴ പിന്നെ ശക്തിപ്പെട്ടിട്ടാ. ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ്. അപ്പോൾ കുമ്പളങ്ങ ചാറ് ഉള്ളത് ആ ഒരു ബൗളിൽ നിറച്ച് കറക്റ്റായിരിക്കും എന്ന് വിചാരിച്ചൊഴിച്ചതാണ്. പക്ഷേ ഇത്രയും കൂടി ഇങ്ങനെ അതിൻ്റെ ആ ഒരു ബ്രിം വരെ നിൽക്കുന്നത് കൊണ്ട് അതൊരു പാത്രത്തിനകത്തേക്ക്, ഒരു മൂടി പാത്രത്തിനകത്തേക്ക് എടുത്ത് വെച്ച്, കാരണം അത് ഇത്തിരി ഒന്ന് തുളുമ്പിപ്പോയാലും അതിനകത്തല്ലേ വീഴുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് തോരൻ എടുത്ത് മാറ്റി. പിന്നെ ചിക്കൻ ഫ്രൈ നേരത്തെ തന്നെ അതൊരു കണ്ടെയ്നർ നമ്മുടെ ടിഫിൻ ബോക്സിലായിരുന്നു. പിന്നെ വേറൊരു ടിഫിൻ ബോക്സിലേക്ക് നമ്മളുടെ തോരനെടുത്ത് വെച്ച്. പിന്നെ ഞാൻ മീൻ വറുത്തത് മാറ്റില്ല, കാരണം എനിക്ക് ആ മീൻ വറുത്തതിൻ്റെ ചട്ടിയിലൊന്ന് പുരട്ടി തിന്നണമെന്നുണ്ട്. അതുകൊണ്ട് മീൻ വറുത്തതും ചട്ടിയും കൂടി അവിടെ തന്നെ ആ പാനിൽ അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ്, ഇന്നിപ്പോൾ ചോറ് ഞാൻ വെച്ചിട്ടില്ല. തലേന്നത്തെ ചോറുള്ളത് കൊണ്ട് തന്നെ ആ ചോറ് ബാക്കിയുള്ളതും കൂടി വടിച്ച് വെച്ചിട്ട് കലവും എല്ലാം കഴുകി വെച്ച്. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാഷ് ചെയ്യാനൊക്കെ ഇട്ട് അതും കൊണ്ടുവന്നൊക്കെ ഇട്ട്
അപ്പോൾ ഞാനത് വാഷിങ് കഴിഞ്ഞാന്ന് നോക്കാൻ വന്നപ്പോഴത്തേക്ക് 3 മിനിറ്റ് കാണിച്ചപ്പോൾ ഞാൻ ഏതായാലും അവിടെ തന്നെ ഇരുന്ന് അവിടെ ചിരവ വെച്ചിട്ടുണ്ട്. ചിരവമ്മേൽ ഇപ്പോൾ ഇരിക്കാം. ആ ചിരവമ്മേലാണ് അവിടെ ഇരുന്ന് വെച്ചത്. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞും വന്ന് അവിടെ കിടന്നുണ്ട്. പിന്നെ ആ തുണികളെല്ലാം വിരിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ നാളത്തേക്കുള്ള ഇഡലിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് അരിയും 1/4 കപ്പ് ഉഴുന്നുമാണ് ഇട്ടേക്കണത്. അങ്ങനെ അത് ഒന്ന് കഴുകിയെടുത്ത് അതും കുതിർക്കാനായിട്ട് വെച്ചിട്ടാണ്. ഇനി വേറെ പണികളൊന്നുമില്ല, എല്ലാം ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി പോയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യണം. പക്ഷേ ഭയങ്കരമായിട്ട് വേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാലത്തില്ലേ ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റ് എന്ന് പറഞ്ഞില്ല, അത് ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം റിച്ചാർഡിൻ്റെ കല്യാണത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്ന ചില ആളുകളൊക്കെയാണ് നമ്മളുടെ അടുത്ത് സംസാരിക്കാനായിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അല്ലാതെ അത് ഗസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എന്ത് തന്നെ ആയാലും അവിടെ ഇരുന്നത് കേൾക്കണം. അങ്ങനെയാണ് എൻ്റെ നേരം മുഴുവൻ പോയത്. അപ്പോൾ അവർ പെട്ടെന്ന് വരുമോ പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ കുറേ നേരം മുൻപേ, അതായത് ഞാൻ കുറച്ചൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഇപ്പോൾ കുളിക്കണം. അപ്പോൾ കുറച്ച് നേരം മുമ്പേ കുളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വല്ലാതെ വേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഉച്ചയ്ക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഡ്രസ്സെല്ലാം മാറ്റി ഒന്ന് കുളിച്ച്, തലകാലത്ത് കുളിച്ചതാണ്, വീണ്ടും തല കുളിച്ച്. കാരണം അത്രയും ഒട്ടി പിടിച്ചിരിക്കണേണ് വേർത്തിട്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും രാവിലെ തന്നെ 2 കുളി കഴിഞ്ഞ് അങ്ങനെ കിടന്നതാണ് കേട്ടോ. അപ്പോഴേക്കും റൂബി ചാടി മുകളിൽ കയറി. അങ്ങനെയൊന്നും കയറാറില്ല ഇപ്പോൾ ചൂട് കൊണ്ട്. എങ്കിലും അവളങ്ങനെ കയറി കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കിടന്നിട്ട് നേരെ ചാടി താഴേക്ക് പോയിട്ടാണ്. അവളുടെ ബിസ്ക്കറ്റ് അവിടെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയപ്പോഴത്തേക്കും ആ ബിസ്ക്കറ്റും പോയല്ലോ അവിടെ നിന്ന്. അതാണ് അവളെ തപ്പി നടന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അവൾ മുകളിലേക്കൊന്നും ഇപ്പോൾ കയറണില്ല. അങ്ങനെ പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്ന് ചായയും ഇട്ട്, കട്ടൻ ചായ ഇട്ട്, പഴമുള്ളതുകൊണ്ട് പഴവും കട്ടൻ ചായയൊക്കെ ഇട്ടാണ് കൊടുത്തത്. പിന്നെ നമ്മൾക്ക് രാത്രിത്തൊക്കെ ചോറില്ലല്ലോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചോറ് ഇന്ന് വെച്ചിട്ടില്ലെന്ന്. അപ്പോൾ കുക്കറിൽ ചോറും ഒക്കെ വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് അവിടെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഫാനൊക്കെ ഇട്ട് കൊടുത്ത് റൂബിനെ കിടത്തിയേക്കണേണ്. പക്ഷേ റൂബി ഇങ്ങനെ ഒരു വശം അവൾക്ക് ചൂടാകുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കും. ഇങ്ങനെ കിടന്ന് സ്ഥലം മാറി മാറി കിടക്കും. അവൾ കിടന്ന സ്ഥലം ചൂടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൾ വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി കിടക്കും കേട്ടോ. അങ്ങനെയാണ് റൂബി കുഞ്ഞ് ഇപ്പോൾ സർവൈവ് ചെയ്യണത്. വല്ലാത്ത വിഷമത്തിലാണ്, ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ AC-യിൽ അവളെ ഇരുത്താൻ നമ്മൾക്ക് പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ അവളുടെ കൂടെ ഞാനും കൂടി ഇരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടപടിയല്ല. അതുപോലെ ആരോ പറഞ്ഞ് അവൾക്കൊരു ടേബിൾ ഫാൻ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ഫാനിൻ്റെ മുമ്പിൽ ഞാൻ തന്നെ അവളുടെ കൂടെ ഇരിക്കണ്ടേ. അപ്പോൾ പിന്നെ അതും നടപടിയല്ല. അതെന്നമ്മേ അമ്മ കുറക്കണ നാളം വന്ന് ഞാൻ എങ്ങോട്ട് പോയാലും കൂടെ അവൾ പോരും. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണത് ഒന്നും എടുത്തില്ലായത്. അതുകൊണ്ട് ഇതേ ഞങ്ങൾ ഡിന്നർ കഴിക്കണ സമയത്ത് ഞാനൊന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 കൂടി ഡിന്നർ കഴിച്ചു. ഇത്രയും കറികൾ ബാക്കി വന്നേക്കുന്നതാണ്. ഇനി ഇതൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കണം. പിന്നെ ഞാൻ അരക്കാൻ വേണ്ടിയിട്ട് ചോറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കപ്പ് ചോറിട്ടാൽ മതി. ഇന്നിപ്പം ഞാനില്ലേ 3/4 കപ്പ് ചോറ് ഇട്ടിട്ടുണ്ട്. ഇത് 1/4 കപ്പാണ് ഒരെണ്ണം. അത് വെച്ച് 2 എണ്ണം ഇട്ടാൽ മതി. ഇന്നിപ്പം ഞാൻ 3 എണ്ണം ഇട്ട്. അത് കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ 1 കപ്പ് അരിക്ക് 1/4 കപ്പ് ഉഴുന്നും 1/2 കപ്പ് ചോറും കറക്റ്റാണ് കേട്ടോ. ഞാൻ ഉപ്പിട്ട് തന്നെയാണ് ഇത് അരച്ച് വെക്കണത്. ഉപ്പിടുമ്പോഴത്തേക്കും പൊങ്ങാൻ വൈകും എന്നുള്ള ഒരു ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ചിലർ ഉപ്പിടാത്തത്. പക്ഷേ ഞാൻ ഉപ്പിട്ട് തന്നെയാണ് സാധാരണ ഇറക്കണത്. വലിയ കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അങ്ങനെ അത് അരച്ച് വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് കിച്ചണൊക്കെ പൂട്ടാം, പാത്രങ്ങൾ കഴുകലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്